ശ്രീ സി ഷുക്കൂർ, നമ്മൾ പറഞ്ഞതുപോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കോടതിയുടെ മുന്നിലേക്ക് ഈ വിഷയം വരുന്നു. നോക്കൂ, അതിന്റെ നിയമപരമായ ചില സാധ്യതകൾ കൂടി തേടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കോടതിക്ക് മുന്നിൽ എത്തുമ്പോൾ സ്വാഭാവികമായും അതിന്റെ വിവരങ്ങൾ സ്വകാര്യമായി സൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ആ റിപ്പോർട്ടിന്റെ ആമുഖത്തിൽ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. അതും കോടതി പരിഗണിക്കുകയും ആ നിലയിൽ കാണുകയും ചെയ്യണമല്ലോ. രണ്ടാമതൊരു കാര്യം, എന്തുകൊണ്ട് സർക്കാർ ഇതിന് മുൻപൊരു ഇടപെടൽ നടത്തിയില്ല എന്നൊരു ചോദ്യം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാം. അപ്പോൾ സ്വാഭാവികമായും സർക്കാർ പറയാൻ പോകുന്ന മറുപടി എന്താകും? അതിൽ ജസ്റ്റിസ് ഹേമ തന്നെ സ്വീകരിച്ചിട്ടുള്ള നിലപാട്, അത് ഒന്നീ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ, രണ്ട് കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ സർക്കാരിന് മുന്നിൽ ജസ്റ്റിസ് ഹേമ തന്നെ കൊടുത്ത മറ്റൊരു കത്തുകൂടിയുണ്ട്. ഈ രണ്ട് വിവരങ്ങൾ ഉറപ്പായും സർക്കാർ കോടതിയെ ധരിപ്പിക്കുകയും ചെയ്യും. നോക്കൂ, 19-ാം പേജിലെ 37-ാം ഖണ്ഡികയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, മെനി ഹു വെയർ എക്സാമിൻഡ് ബിഫോർ ദി കമ്മിറ്റി വെയർ അഫ്രേഡ് ടു റിവീൽ ടു അസ് മെനി തിങ്സ് വിച്ച് ദേ എക്സ്പീരിയൻസ് ഇൻ സിനിമ. അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ആ പാരഗ്രാഫിന്റെ ബാക്കിയായി വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അത് ഈ സ്വകാര്യതയുമായി ബന്ധപ്പെട്ടുള്ളതുമാണ്. അപ്പോൾ ഇത്തരം ആശങ്കകൾ കൂടി കോടതിക്ക് പരിഗണിക്കാതിരിക്കാനാകുമോ? തീർച്ചയായും വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് ഇപ്പോൾ കോടതിയുടെ മുമ്പാകെ എത്തിയിട്ടുള്ളത്. ഇതിൽ ഒരു പ്രധാനപ്പെട്ട സംഗതി, ഈ റിട്ട് ഹർജിയാണ് കോടതി മുമ്പാകെ ഉള്ളത്. സാധാരണ റിട്ട് ഹർജി കേൾക്കുക ചീഫ് ജസ്റ്റിസ് ആണ്. ഇപ്പം ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖിന്റെ ബെഞ്ചാണ് ഈ ഹർജി കേൾക്കേണ്ടിയിരുന്നത്. അദ്ദേഹമാണ് ആദ്യത്തെ പ്രാവശ്യം ഹർജി കേട്ടിരുന്നത്. 2 കേസുകളുണ്ട്. അതിനുശേഷം ഒരു സിംഗിൾ ബെഞ്ച് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വിടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമാ നിർമ്മാതാവ് ഒരു ഹർജി ഫയൽ ചെയ്തിരുന്നു. അത് സിംഗിൾ ബെഞ്ച് തള്ളുകയാണ് ചെയ്തത്. അതിനുശേഷം അദ്ദേഹം അതിനെതിരെ ഒരു റിട്ട് അപ്പീല് ഡിവിഷൻ ബെഞ്ചിന് ഫയൽ ചെയ്തിരുന്നു. അപ്പം ഇന്ന് ഇപ്പൊ വന്ന കേസ് എന്ന് പറയുന്നത് 29-ാം തീയതി ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖ്, അദ്ദേഹമാണ് ഇപ്പം ചീഫ് ജസ്റ്റിസ് ചുമതലയിലാണ്. അദ്ദേഹം ഒരു ഓർഡർ ഇറക്കുകയാണ്. ജസ്റ്റിസ് ജയകൃഷ്ണൻ നമ്പ്യാർ, ജസ്റ്റിസ് CS സുധ, ഈ 2 പേരടങ്ങുന്ന ഒരു ബെഞ്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ട് വളരെ സുപ്രധാനമായ ഒരു പൊതു താല്പര്യ ഹർജി ഹൈക്കോടതിയിലേക്ക് മുമ്പാകെ വരുന്നത്. ആ ഹർജിയുടെ താല്പര്യം ഈ ഹേമ കമ്മിറ്റിയിൽ ഡിസ്ക്ലോസ് ചെയ്ത സെക്ഷൽ ഡിമാൻഡ്, സെക്ഷൽ അബ്യൂസ്, സെക്ഷൽ അറ്റാക്ക്, ഈ കാര്യങ്ങളിൽ ആ റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ട് ക്രിമിനൽ പ്രൊസീഡിങ്സ് തുടങ്ങണം, അത് FIR രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് സർക്കാരിനോട് നിർദ്ദേശം നൽകണം എന്നുള്ള അതിൽ പ്രധാനപ്പെട്ട ഒരു ആവശ്യം. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, ഒന്ന്, സർക്കാരിന് അങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കാൻ കഴിയുമോ? അപ്പം വ്യാപകമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സർക്കാരിന് എന്തുകൊണ്ട് ആ റിപ്പോർട്ട് 2020 ഗവൺമെന്റ് കയ്യിൽ കിട്ടുന്നുണ്ട്, ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പറയുന്ന പല കാര്യങ്ങളും സർക്കാരിന് അറിയാം, എന്നിട്ടും എന്തുകൊണ്ട് FIR രജിസ്റ്റർ ചെയ്ത് പ്രോസിക്യൂഷൻ നടപടി സ്വീകരിച്ചില്ല? പക്ഷേ നിങ്ങളിപ്പം തന്നെ പറഞ്ഞിരുന്നു കൃത്യമായി എന്തുകൊണ്ടാണ് അത് പാടില്ല എന്ന് പറയുന്ന നിയമപരമായ ചില പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ സാധാരണഗതിയിൽ നമ്മുടെ നിയമവ്യവസ്ഥ അനുസരിച്ചിട്ട് പഴയ CRPC 154 പ്രകാരമാണ്, നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും, ഗൂഗിൾ ചെയ്താൽ മനസ്സിലാവും, ഒരു FIR രജിസ്റ്റർ ചെയ്യുന്നത് കോഗ്നിസബിൾ ഒഫൻസ്, അതായത് വാറണ്ട് കോടതിയിൽ നിന്ന് വാങ്ങാതെ അറസ്റ്റ് ചെയ്യാൻ അധികാരമുള്ള ഒരു സംഗതി, അല്ലെങ്കിൽ പോലീസിന് നേരിട്ട് കേസെടുക്കാൻ കഴിയുന്ന കേസുകളെയാണ് കോഗ്നിസബിൾ ഒഫൻസ്, ക്രൈമുകളെയാണ് കോഗ്നിസബിൾ ഒഫൻസ് എന്ന് പറയാം. ഈ ഒരു കോഗ്നിസബിൾ ഒഫൻസ് റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു SHOന് മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് സ്വന്തം കേസ് എടുക്കാൻ അധികാരമുണ്ട്. ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത്, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് സീൽഡ് കവറിൽ ഗവൺമെന്റിന് കൊടുക്കുകയാണ്. എന്നിട്ട് അതില് ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നൊരു പശ്ചാത്തലമുണ്ട്. നമ്മളെ ഇന്ത്യയുടെ സാധാരണഗതിയിൽ ഒരുപാട് അറ്റാക്ക് വരുമ്പോഴാണ് അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി വരിക. ഇവിടെ വളരെ പ്രധാനപ്പെട്ട സംഗതി ഹേമ കമ്മിറ്റി, ജസ്റ്റിസ് ഹേമ തന്നെ പറയുന്നത്, സിംഗിൾ ഇൻസിഡന്റിന്റെ പുറത്ത് ഒറ്റ സംഭവമാണ് നമ്മുടെ ഒരു പ്രമുഖ നടിയെ അവർ യാത്ര ചെയ്യുന്ന വാഹനത്തിൽ വെച്ച് ലൈംഗികമായി ഉപദ്രവിക്കുന്ന സിംഗിൾ ഇൻസിഡന്റിന്റെ പുറത്ത് WCC എന്ന് പറയുന്ന ഒരു സംഘടന രൂപം കൊള്ളുകയും ആ സംഘടന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെക്കാൾ നിവേദനം നൽകുകയും ചെയ്തപ്പോൾ ഉടനെ തന്നെ ആ സിംഗിൾ ഇൻസിഡന്റിന്റെ പുറത്ത് അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ഗവൺമെന്റ് തയ്യാറാവുകയാണ്. ആ റിപ്പോർട്ട് എങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് ജസ്റ്റ് ഹേമ പറയുന്നത്, നിരവധി ആൾക്കാരെ സമീപിച്ചിട്ട് ആരും മൊഴി കൊടുക്കാൻ തയ്യാറായില്ല. പല ഡാൻസേഴ്സും മൊഴി കൊടുക്കാൻ തയ്യാറായില്ല, മേക്കപ്പുകാരെ മൊഴി കൊടുക്കാൻ തയ്യാറായിരുന്നില്ല, ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾ മൊഴി കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. പിന്നെ ഈ പലരും വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അപ്പം തന്നെ അത് ആ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റായി പോകുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ട് മൊഴി കൊടുത്തവർ മുഴുവൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ആവശ്യം, ഞങ്ങളെക്കുറിച്ച് ഒരു കാര്യം പുറത്തു പറയാൻ പാടില്ല, ഞങ്ങളാണ് മൊഴി എന്നതെന്ന് ഒരു അധികാരി മുമ്പാകെ പാടില്ല. അത് അത്രയും കോൺഫിഡന്റ് ആയിട്ട്, എനിക്കൊന്ന് ആ റിപ്പോർട്ടിൽ 3-4 സ്ഥലത്ത് ഇൻ ക്യാമറ പ്രൊസീഡിങ്സിലാണ്
ആ റിപ്പോർട്ട് തയ്യാറാക്കിയെന്ന് അവർ പറയുന്നത്. ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് എന്ന് പറഞ്ഞാൽ അഭിഭാഷകർക്കും നിയമവൃത്തമായി അല്ലെങ്കിൽ ജുഡീഷ്യൽ ഓഫീസർമാർക്ക് നേരിട്ട് അറിയുന്ന ഒരു കാര്യം. ഇൻ ക്യാമറ എന്ന് പറയുന്നത് മൊഴി കൊടുക്കുന്നയാളും അത് എഴുതിയെടുക്കുന്നയാളും അവരെ ക്രോസ് ചെയ്യാൻ നിയമപരമായി ബാധ്യതയുള്ള അവരും അല്ലെങ്കിൽ അവരുടെ അഭിഭാഷകരും മാത്രമേ ആ പ്രൊസീഡിങ്സ് കേൾക്കൂ. അതിന് സർട്ടിഫൈഡ് കോപ്പി പോലും പുറത്തേക്ക് കൊടുക്കില്ല. ഇപ്പൊ നമ്മൾ അത്രയും സൂക്ഷ്മമായി ഒരാളും അറിയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ മുമ്പാകെ കൊടുക്കുന്ന മൊഴിയെ ബേസ് ചെയ്ത് സർക്കാർ കേസ് എടുക്കണമെന്നായിരുന്നു പലരുടെയും ആവശ്യം. അത് നിയമപരമായി നടക്കില്ല എന്നാണ് മഹാഭൂരിപക്ഷം നിയമരംഗത്ത് പ്രവർത്തിക്കുന്ന അഭിപ്രായം. ആ ഘട്ടത്തിലാണ് 226 പ്രകാരം ഒരാൾ ഹൈക്കോടതിയിലേക്ക് പോകുന്നത്. ഹൈക്കോടതിയിൽ അവർ ഉന്നയിക്കുന്ന ശ്രീ ശുക്കൂർ, നേരത്തെ അങ്ങ് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അത് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. അത് അങ്ങേക്ക് പൂർത്തീകരിക്കാം. അതിനോടൊപ്പം തന്നെയാണ് ഈ മുകേഷിന്റെ കേസിൽ ഇങ്ങനെ ഒരു സാധ്യത കൂടി ഞാൻ കാണുന്നത്. നോക്കൂ, ഇപ്പോൾ വസന്ത് പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സാഹചര്യം, മുകേഷ് ഇക്കാര്യങ്ങൾ വിശദീകരിച്ചില്ല എന്നുള്ളതാണ്. അത് വാസ്തവ വിരുദ്ധമാണ്. ആദ്യഘട്ടം മുതൽ തന്നെ എന്താണോ മുകേഷ് കോടതിയിൽ പറഞ്ഞത് അത് പൊതുസമൂഹത്തിൽ മുകേഷ് പറഞ്ഞിരുന്നു. എന്താണ്? ഈ പരാതിക്കാരിയുമായി ബന്ധപ്പെട്ട് ഇതിന് മുൻപ് തന്നെ അവർ തന്നോട് പൈസ ആവശ്യപ്പെട്ടതിന്റെ, ബ്ലാക്ക്മെയിൽ ചെയ്തതിന്റെ ഒക്കെ തെളിവ് തന്റെ പക്കലുണ്ട്. അതൊക്കെയും മുകേഷ് മുൻകൂർ ജാമ്യവുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിക്കുമ്പോൾ തന്നെ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പരിഗണിച്ച കോടതി മുൻകൂർ ജാമ്യം കൊടുത്തു എന്ന് പറഞ്ഞാൽ മുകേഷിന്റെ വാദങ്ങൾക്ക് ഒരു സേ ഉണ്ടാകുന്നു എന്നതുകൂടി അതിന് അർത്ഥമുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞത് എവിടെ ബ്രേക്ക് ആയെന്ന് എനിക്കറിയില്ല, റേഞ്ച് കട്ടായെന്ന് തോന്നുന്നു. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, അദ്ദേഹം നേരത്തെ പറഞ്ഞത് ഒരു കമ്മീഷൻ റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ട് ഇന്ത്യയിൽ FIR രജിസ്റ്റർ ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ടോ? അദ്ദേഹത്തിന് അറിവുണ്ടെങ്കിൽ അദ്ദേഹം ഒന്ന് പറഞ്ഞു തരണം. ഇന്ത്യ കമ്മീഷൻ റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ട് ഒരു കമ്മിറ്റിക്ക് മുമ്പാകെ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അദ്ദേഹം ഒന്ന് എനലൈറ്റ് ചെയ്യാൻ നന്നായത്. എനിക്കറിയില്ല, ഒരുപക്ഷെ എൻ്റെ അറിവിന്റെ പരിമിതി ആയിരിക്കാം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിരവധി സുപ്രീം കോടതിയിലും ഹൈക്കോടതിയും വിധികളുണ്ട് കമ്മിറ്റി റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ട്. ആ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരാൾ കൊടുത്ത മൊഴി അനുസരിച്ചിട്ട് FIR രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല. കാരണം അതിന് പരിമിതികളുണ്ട്. FIR രജിസ്റ്റർ ചെയ്യണമെങ്കിൽ CRPC 154 പ്രകാരം കോഗ്നിസിബിൾ ഒഫൻസ് എടുക്കണമെങ്കിൽ അത് ഒരാൾ അറിയണം, ആ SHO എങ്കിലും അറിയണം. ആ SHO അറിഞ്ഞിട്ട് അതിന്റെ പുറത്ത് റിപ്പോർട്ട് കൊടുക്കണമെങ്കിൽ അത് ആ റിപ്പോർട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തണം. ഇന്ന് കൺസേൺഡ് പോലീസ്. ഇപ്പം ഗവൺമെന്റ് എന്താ ചെയ്തത്? വളരെ, അദ്ദേഹം പ്രാക്ടീസിങ് ലോയർ ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, നേരത്തെ അദ്ദേഹം അഡ്വക്കേറ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്. ഗവൺമെന്റ് എടുക്കുന്ന സ്റ്റാൻഡ് എന്താ? സാധാരണഗതിയിൽ 15, 16, 17, 18 വർഷം പഴക്കമുള്ള ഒരു സംഭവത്തിന്റെ പുറത്ത് CRPC പ്രകാരം നമ്മൾ ഒരു പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ മുമ്പാകെ പരാതി നൽകിയാൽ ആ പരാതി നേരിട്ട് FIR രജിസ്റ്റർ ചെയ്യുന്ന സംഭവം ഉണ്ടാവാറുണ്ടോ? നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ലോയർ അല്ലേ? പോലീസ് പറയും നിങ്ങൾ ഇത് ഡിലേ ഉണ്ട്, ഈ ഡിലേ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് FIR രജിസ്റ്റർ ചെയ്യാൻ ഞങ്ങൾ തയ്യാറാവില്ല. പിന്നെ എന്താ ചെയ്യുക? അടുത്ത് SP പരാതി, സൂപ്രണ്ട് ഓഫ് പോലീസിന്, ജില്ലാ പോലീസ് മേധാവിക്ക് രജിസ്റ്റേർഡ് തപാലിൽ CRPC 154(3) പ്രകാരം പരാതി കൊടുക്കണം. അതൊന്നും മടങ്ങി വന്നാൽ മജിസ്ട്രേറ്റ് മുമ്പാകെ CRPC 200 പ്രകാരം ഒരു പരാതി ഫയൽ ചെയ്യുകയും അത് പോലീസിലേക്ക് FIR രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി അയക്കുന്ന രീതിയാണ് എത്രയോ വർഷമായി കേരളത്തിലുള്ളത്. ഈ ഡിലേ വന്നു കഴിഞ്ഞാൽ, ഇപ്പം ലളിതകുമാരി കേസിൽ പോലും ഡിലേ വന്നു കഴിഞ്ഞാൽ പ്രിലിമിനറി എൻക്വയറി നടത്താൻ എന്നാണ് ലളിതകുമാരി കേസിൽ സുപ്രീം കോടതി പറയുന്നത്. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തിയിട്ട് ഗവൺമെന്റ് നിലപാട് വളരെ വ്യക്തമായി പറഞ്ഞു. നിങ്ങൾ പരാതിയുമായി വന്നാൽ എത്ര ഉന്നതനായാലും അയാൾക്കെതിരെ കേസെടുക്കും. അത് പാലിക്കപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ വാക്ക് വിശ്വസിച്ചിട്ട് 19 കേസുകൾ ഇന്ന് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 19 കേസുകൾ രജിസ്റ്റർ ചെയ്തത്, ആ കേസുകളെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. മുകേഷ് അടക്കമുള്ള ആൾക്കാർക്കെതിരെ കേസുണ്ട്. അദ്ദേഹം പിന്നെ ഒരു ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പ്രതിയാവട്ടെ വാദിയാവട്ടെ അവർ മീഡിയക്ക് മുമ്പ് വന്ന് സംസാരിക്കുന്നത് ആ കേസിനെ, രണ്ടുപേരുടെ കേസിനെ ദുർബലമാക്കുമെന്ന് അനുഭവം കൊണ്ട് അറിയുന്ന ഒരാളാണ് ഞാൻ. നിരവധി കേസുകളുണ്ട്. ഈ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു ഇരയാക്കപ്പെട്ട ആള് 21 പേർക്കെതിരെ കേസ് ഫയൽ ചെയ്തു. ആ പോലീസ് അവർ കൃത്യമായ ഡേറ്റ് പറഞ്ഞു കൊടുത്തിട്ടാണ് ഇന്ന് 21 ആൾക്കാർ ഇന്നേ ദിവസങ്ങൾ ഉപദ്രവിച്ചെന്ന് പറഞ്ഞിട്ടാണ് കേസ്. 376 അടക്കം FIR രജിസ്റ്റർ ചെയ്തു. അതിലെ പ്രതികൾ പലരും ആ പറയുന്ന സ്പെസിഫിക് ഡേറ്റുകളിൽ സ്ഥലത്തുണ്ടായിരുന്നില്ല. അവര് ആ പാസ്പോർട്ട് വെച്ചിട്ട്, അവർ വിദേശത്തായിരുന്നു, പാസ്പോർട്ട് വെച്ചിട്ട് 438 CRPC പ്രകാരം മുൻകൂർ ജാമ്യത്തിന് ഫയൽ ചെയ്തു. സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം കൊടുത്തു. അവരെന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഇതിന് ശേഷം ഈ ഇരയാക്കപ്പെട്ട ആള് ഹൈക്കോടതി പോയിട്ട് പോലീസിനെതിരെ റിട്ട് ഫയൽ ചെയ്തു. പോലീസ് പ്രോപ്പർ അന്വേഷണം നടത്തില്ല എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ വീണ്ടും അന്വേഷണ ഏജൻസിനെ മാറ്റി ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റി. ക്രൈംബ്രാഞ്ച് രണ്ടാമത് മൊഴിയെടുക്കുന്ന സമയത്ത് പാസ്പോർട്ട് ഡേറ്റ് നോക്കിയിട്ട് ഇവർ തിരുത്തി പറഞ്ഞു. അങ്ങനെയാണ് ആ മുൻകൂർ ജാമ്യം റദ്ദ് ചെയ്തിട്ട് വീണ്ടും അവർ അകത്തേക്ക് പോയത്. അപ്പം മുകേഷ് എന്നല്ല ആരും
ഒരു ക്രൈം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവരെ കയ്യിലുള്ള ഡിഫൻസ് വാട്ട് എവർ ഇറ്റ് മേ ബി എന്തായാലും അത് പബ്ലിക് ഡൊമൈനിൽ പറയുന്നത് കേസ് വാദിയുടെയും പ്രതിയുടെയും കേസ് ദുർബലാക്കും. അത് ഇരയാക്കപ്പെട്ട ആളും ശരിയായാലും വേട്ടക്കാരനായാലും അവരുടെ കേസ് പബ്ലിക് ഡൊമൈനിൽ പറയുന്നത് ശരിയല്ല, ബന്ധപ്പെട്ട കോടതികളിൽ പറയാം. പിന്നെ മുൻകൂർ ജാമ്യം നൽകിയത് കൊണ്ട് കേസ് ദുർബലാവുന്നു എന്നൊരു വാദം എനിക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ക്രിമിനൽ ലോയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആളെന്നുകൊണ്ട് മുൻകൂർ ജാമ്യം എന്ന് പറയുന്നത് അദ്ദേഹത്തെ ഈ ഘട്ടത്തിൽ അറസ്റ്റിന്റെ ആവശ്യമില്ല എന്നതുകൊണ്ട് മാത്രമാണ് മുൻകൂർ ജാമ്യം കൊടുക്കുന്നത്. അറസ്റ്റും ജയിലും ഈ ഘട്ടത്തിൽ ആവശ്യമില്ലാത്തത് കൊണ്ട് മാത്രമാണ് മുൻകൂർ ജാമ്യം കൊടുക്കുന്നത്. അതുകൊണ്ട് ആ എൻ്റെ കേസ് പോയി നമ്മൾ ഈ ഘട്ടത്തിൽ വിചാരിക്കാം. എൻ്റെ കേസ് പോയെന്നൊരു വാദം അതിൽ എനിക്കുമില്ല. ഞാൻ അതിൽ ചോദിച്ചത് മുകേഷ് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി ഈ കേസുമായി ബന്ധപ്പെട്ട് തന്റെ വാദം ശരിയാണെന്ന് തെളിയിക്കുന്ന ചില ഡോക്യുമെന്റ്സ് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ മുൻകൂർ ജാമ്യത്തിൽ കോടതി അത് പരിഗണിച്ചിട്ടുണ്ടാകാമല്ലോ, അതാണ് ചോദ്യം. അല്ല, അത് മറ്റ് പ്രതികളുടെ മുൻകൂർ ജാമ്യ അപേക്ഷ വരുമ്പോൾ സാധാരണഗതിയിൽ ഇതിന് വിരുദ്ധമായൊരു സമീപനം കോടതികളിൽ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഡിലേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ ഡിലേ എക്സ്പ്ലെയിൻ ചെയ്ത് എങ്ങനെയെന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞല്ലോ ഈ സെക്ഷൽ അബ്യൂസിൽ ഇപ്പം രണ്ട് കോൺഗ്രസിന്റെ എം എൽ എമാര് ഇത് ആരോപണമല്ല, പോലീസിൽ എഫ്ഐആർ വന്ന് കുറ്റപത്രം കൊടുത്തിട്ടുണ്ട്. ഫൈനൽ റിപ്പോർട്ട് ഫയൽ, അതായത് ആ കുറ്റകൃത്യം ചെയ്തു എന്ന് പ്രഥമ ദൃഷ്ട്യാ പോലീസിന് ബോധ്യപ്പെട്ട് കുറ്റപത്രം കൊടുത്ത രണ്ടുപേര് കേരള നിയമസഭയിൽ അംഗങ്ങളാണ്. ആ അംഗങ്ങളായി ഇരുന്നതുകൊണ്ട് ഇപ്പുറത്തിരിക്കാൻ യോഗ്യത ഉണ്ടെന്ന് വെച്ചാൽ എനിക്ക് വിരുദ്ധ അഭിപ്രായമുണ്ട്. അശ്വതിയുടെ അഭിപ്രായം എനിക്കില്ല. നിയമസഭയിൽ അംഗങ്ങളായിരിക്കുന്നവർ ഇത്തരം 150 പേര് അപ്പുറത്തുണ്ടല്ലോ, അതുകൊണ്ട് ഒരാൾ ഇപ്പുറത്തുണ്ടായിരിക്കട്ടെ എന്ന ഭാഗത്തോട് എനിക്ക് വിയോജിപ്പുണ്ട്. അത് വേറെ സംഗതിയാണ്. പക്ഷേ MLA ആയി തുടരുന്നത് ആരായാലും അവർ ഇത്തരം ക്രൈമുകൾ പെട്ടുന്നവർ ആ സ്ഥാനങ്ങൾ രാജിവെക്കുന്നതാണ് ജനാധിപത്യത്തിന് ഉചിതമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. തീർച്ചയായും.